ഹലോ, റീബാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓണം റെസിപ്പി തന്നെയാണ്. പഴനുറുക്ക്. സദ്യയിലെ ഒരു മെയിൻ ഐറ്റമായിട്ടുള്ള ഈ പഴനുറുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കിയാലോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഇതിനായിട്ട് ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. ഒത്തിരി പഴുത്ത് പോവാത്ത ഏത്തപ്പഴം ഞാനൊരു 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പോളം ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ശർക്കര പാനി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ചുക്കും ചെറുജീരകവും ഏലക്കയും പൊടിച്ചത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വറ്റി വരണം. ഈ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം. ഇത് വീണ്ടും ഒന്ന് കുറുകി വരണം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ല സോഫ്റ്റായിട്ട് ആ പാനി കിടന്ന് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഓണസദ്യയിലെ പഴനുറുക്ക് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇത് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക. ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. ഇനി പഴനുറുക്ക് കഴിക്കുന്നതിൻ്റെ മെയിൻ ഐറ്റമായിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് പപ്പടമാണ്. പപ്പടവും കൂട്ടി പൊടിച്ച് കുഴച്ചാണിത് കഴിക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ ബായ്.